വെറും അരമണിക്കൂർ കൊണ്ട് റാഗിപ്പൊടി കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പാലപ്പം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ രാത്രി മുഴുവൻ ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മതിയാവും കേട്ടോ. അടച്ച് വെച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഈ ഒരു മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാവ് പൊങ്ങിയ ശേഷം തന്നെ വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് സാധാരണ പാലപ്പം തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ 2 തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്ത് ഇതിലിങ്ങനെ ഹോൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി പഞ്ഞി പോലെയുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റിൻ്റെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.